നമ്മുടെ ഭൂമിയുടെ 2 ധ്രുവങ്ങളാണ് ആർട്ടിക്കും അന്റാർട്ടിക്കും. ഇതിൽ ആർട്ടിക് പ്രദേശങ്ങളിൽ സഞ്ചാരികൾക്ക് വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. പോളാർ ബിയേഴ്സും നോർത്തേൺ ലൈറ്റ്സുമെല്ലാം ആർട്ടിക് പ്രദേശങ്ങളിലെ പ്രത്യേകതകളാണ്. ധാരാളം ടൂറിസ്റ്റുകളാണ് സദാ ഈ പ്രദേശങ്ങളിൽ എത്താറുള്ളത്. നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ആർട്ടിക് മേഖലയിലേക്ക് കടന്നു വരാനാകും. ആർട്ടിക് പ്രദേശം റഷ്യ, കാനഡ, ഗ്രീൻലാൻഡ് എന്നിവയുൾപ്പെടെ നിരവധി ഭൂഖണ്ഡങ്ങളും ഒന്നിലധികം രാജ്യങ്ങളും ഉൾക്കൊള്ളുന്നതുമാണ്. എന്നാൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമെല്ലാം അകന്ന് അധികം ആർക്കും പ്രവേശനമില്ലാതെ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട് കിടക്കുന്നവയാണ് അന്റാർട്ടിക്കൻ ഭൂപ്രദേശങ്ങൾ. എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയിൽ മാത്രം കൂടുതൽ നിയന്ത്രണങ്ങൾ? ആർട്ടിക്കിനെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അധികം ആളുകൾ അന്റാർട്ടിക്കയിൽ എത്താത്തത്? നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ കാരണം അന്റാർട്ടിക്ക ഭൂപ്രദേശങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് യുണീക്ക് എക്കോസിസ്റ്റം ഉള്ള പ്രദേശങ്ങളാണ്. വളരെ കുറച്ച് ജീവജാലങ്ങളാണ് ഇത്തരം പ്രദേശങ്ങളിലുള്ളത്. തണുത്ത വലിയ മഞ്ഞുപാളികളാൽ മൂടപ്പെട്ട ഈ പ്രദേശങ്ങളിൽ തണുപ്പിൽ അതിജീവിക്കാൻ കഴിയുന്ന സീൽസ് പോലെയുള്ള കുറച്ച് മൃഗങ്ങളും സ്നോ പെട്രൽ, സീ ബേർഡ്, ആർട്ടിക് ടേൺ തുടങ്ങി കുറച്ച് പക്ഷികളും മരങ്ങളും മാത്രമേയുള്ളൂ. ഇതിൽ തന്നെ പലതും വംശനാശത്തിന്റെ വക്കിലുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം വിലക്കിയിരിക്കുന്നത്. പ്രവേശനം വിലക്കിയിട്ടുണ്ടെങ്കിലും പ്രത്യേക അനുമതിയിലൂടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് റിസർച്ചിനും മറ്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ് ഓഫീസ് ഓഫ് ഓഷ്യൻ ആൻഡ് പോളാർ അഫയേഴ്സിൽ നിന്നും അനുമതി കൊടുക്കാറുണ്ട്. ഇതിനായി DS 4131 അഡ്വാൻസ് നോട്ടിഫിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് എൻട്രി പാസിനായി ടൂറിസ്റ്റുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അത്രയും കർശനമാക്കി വളരെ ലിമിറ്റഡായാണ് അന്റാർട്ടിക്കയിലേക്ക് പ്രവേശനം നൽകുന്നത്. അവിടുത്തെ മൃഗങ്ങളെയും ചെടികളെയും റിസർവ്ഡ് ആയിട്ടുള്ള മറ്റു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതെയും അവർക്ക് ശല്യമാകാതെയുമുള്ള വിസിറ്റിംഗ് മാത്രമേ അധികൃതർ അന്റാർട്ടിക്കയിൽ അനുവദിക്കുകയുള്ളൂ. ഈ മേഖല വളരെയധികം റിസർവ്ഡ് ആയ ഒന്നാണ്. മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കും. ഇപ്പോൾ തന്നെ മഞ്ഞുപാളികളും മറ്റും ഉരുകി പെൻഗ്വിനുകളടക്കം പല ജീവജാലങ്ങളും വംശനാശത്തിന്റെ വക്കിലാണ്. അതിനിടയിലൂടെ മനുഷ്യന്റെ കടന്നുകയറ്റം കൂടിയാകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ ഒഴിവാക്കാനായിരിക്കണം ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ. രണ്ടാമത്തേത് നമുക്കറിയാവുന്നതുപോലെ അന്റാർട്ടിക്കയിലെ എക്സ്ട്രീം കോൾഡ് ആയിട്ടുള്ള കാലാവസ്ഥ തന്നെയാണ്. -76 വരെ പോകുന്ന ഈ കാലാവസ്ഥയിൽ ജീവിക്കുക അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുക എന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞതാണ്. ഹാർഷ് വെതർ കണ്ടീഷൻസ്, ഫ്രീസിംഗ് ടെമ്പറേച്ചർ, ട്രെച്ചുറസ് ടെറൈൻസ് ഇതെല്ലാം തന്നെ അന്റാർട്ടിക്കൻ ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ വെല്ലുവിളി ഉയർത്തുന്നു. ഇതിനെല്ലാം പുറമെ അവിടെ എത്തിപ്പെടലും കുറച്ച് ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. അന്റാർട്ടിക്ക വൻകര 4 വശങ്ങളിലും കടലാൽ ചുറ്റപ്പെട്ടതാണ്. തൊട്ടടുത്തുള്ള കരയിലേക്ക് ചുരുങ്ങിയത് 1000 കിലോമീറ്ററിൽ മേൽ സഞ്ചരിക്കേണ്ടി വരും. അതിശൈത്യവും മഞ്ഞുപാളികളും മൂലം വിമാനങ്ങൾ ലാൻഡ് ചെയ്യലും കപ്പൽ ഗതാഗതവും ബുദ്ധിമുട്ടേറിയതാകുന്നു. ഭൂമിയുടെ കാലാവസ്ഥയിൽ വലിയ സ്വാധീനമാണ് ഇത്തരം ധ്രുവപ്രദേശങ്ങൾ വഹിക്കുന്നത്. അന്റാർട്ടിക്ക ഭൂമിയിലെ ഗ്ലോബൽ ഹീറ്റ് സിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള അതിതാപക്കാറ്റ് അബ്സോർബ് ചെയ്ത് അതിലെ വികിരണങ്ങളെ പലതിനെയും ഭൂമിയിൽ നിന്നും സ്പേസിലേക്ക് തന്നെ അന്റാർട്ടിക്ക ഡിഫ്ലക്ട് ചെയ്യുന്നു. ഇതിലൂടെ ഭൂമിയിലെ വെതർ അതിതാപമാകാതെ നിലനിർത്താൻ അന്റാർട്ടിക്ക വലിയ പങ്കുവഹിക്കുന്നു. ഇന്ത്യയിൽ മൺസൂൺ കാറ്റുകൾ രൂപപ്പെടാൻ വരെ ഒരർത്ഥത്തിൽ അന്റാർട്ടിക്കയും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ എണ്ണിയാലൊടുങ്ങാത്ത വിശേഷങ്ങളാണ് അന്റാർട്ടിക്കയെക്കുറിച്ചുള്ളത്. എന്നെങ്കിലും ഒരിക്കൽ അന്റാർട്ടിക്കയിൽ പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര എളുപ്പത്തിൽ പോകാൻ കഴിയില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേക അനുമതിയും അപേക്ഷകളും സമർപ്പിച്ചാൽ മാത്രമേ അന്റാർട്ടിക്ക എന്ന റിസർവ്ഡ് മേഖലകളിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ അന്റാർട്ടിക്ക സാധാരണക്കാർക്ക് ഒരു ബാൻഡ് ഏരിയ എന്ന് തന്നെ പറയേണ്ടി വരും. അന്റാർട്ടിക്കയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സ്റ്റേ ട്യൂൺഡ്.